ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 2. എബ്രായ ലേഖന 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എബ്രായർ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. For because he himself has suffered when tempted, he is able to help those who are being tempted. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് വ്യത്യസ്തമായ നിലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ ആലോചന ഞങ്ങളെ വീണ്ടും കേൾപ്പിക്കണം. ഭാരമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സങ്കടങ്ങളിലെല്ലാം വൻകാരങ്ങളാൽ താങ്ങി, സങ്കടങ്ങളിലെല്ലാം വൻകാരങ്ങളാൽ താങ്ങി, സങ്കേതം നെഞ്ചിലേറി കൺകൾ തുടച്ചിടുന്ന ബൽപ്രാണനായകനേ, മാ കൃപാ സിന്ധോ മൽപ്രാണ നായകനേ. പഥ്യവചനം മൂലം മിഥ്യാബോധമകറ്റി, പഥ്യവചനം മൂലം മിഥ്യാബോധമകറ്റി, സത്യമാർഗത്തിലൂടെ നിത്യം നടത്തിടുന്ന ബൽപ്രാണ നായകനേ, മാ കൃപാ സിന്ധോ മൽപ്രാണ നായകനേ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചന ഭാഗത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമുക്കറിയാം, വളരെ പരിചിതമായ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ എബ്രായ ലേഖനം. പ്രത്യേകിച്ച് ദൈവമക്കളുടെ ആത്മീക വളർച്ചയ്ക്ക് അത് വളരെ നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒന്നാണ്. സാധാരണ എബ്രായ ലേഖനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 5 പ്രധാനപ്പെട്ട വാണിങ്ങുകൾ ഈ ലേഖനത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വാണിംഗ്, ഒന്നാമത്തെ വാണിംഗ് എന്ന് പറയുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ തന്നെയാണുള്ളത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അവിടെ ആ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ തൊട്ട് മുകളിൽ വായിക്കുന്നുണ്ട്, പഴയ നിയമം ദൂതന്മാർ മുഖാന്തരം നൽകിയതാണ്. പഴയ നിയമം ആ വചനത്തെ അവഗണിച്ച ആളുകളുടെ മേൽ വന്ന ശിക്ഷാവിധി വളരെ വലുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം താൻ പറഞ്ഞു തുടങ്ങിയതും അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ച മക്കളെ ആരെങ്കിലും നോക്കിക്കേ. ദൈവം താൻ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. ആമേൻ. ആ വചനം വീണ്ടും വീണ്ടും ദൈവദാസീദാസന്മാരിലൂടെ തുടർന്ന് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ വചനത്തെ അറ്റസ്റ്റ് ചെയ്യുന്നത് ദൈവമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വിറ്റ്നസ് ചെയ്യുകയാണ്. എൻ്റെ ആദ്യ വായനയിൽ ഞാൻ വിചാരിച്ചത്, അവൻ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതും അപ്പോസ്തലന്മാരായ 12 ആളുകളും അപ്പോസ്തോലിക സഭയും സംസാരിച്ചപ്പോൾ അപ്പോസ്തോല പ്രവർത്തികളിലൊക്കെ നടന്ന ആ സംഭവങ്ങളെക്കുറിച്ചാണ് ഇവിടുത്തെ പ്രതിപാദ്യമെന്ന്. എന്നാൽ സൂക്ഷ്മമായ വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. കർത്താവ് സംസാരിച്ചാൽ അതിനെ കർത്താവ് ഉറപ്പിക്കും. ഒരാമയും പറയാൻ നിങ്ങൾക്ക് പറ്റുമോ?
കർത്താവ് സംസാരിക്കുന്നതിനെ എല്ലാ കാലത്തും കർത്താവ് ഉറപ്പിക്കുന്ന ദൈവമാ. അതിൽ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, വീര്യപ്രവൃത്തികൾ കാണും. എല്ലാറ്റിലും ഉപരിയായി പരിശുദ്ധാത്മാവിന്റെ ദൈവം നമ്മുടെ മേൽ പകർന്ന ആ ദൈവകൃപയ്ക്ക് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടങ്ങളും അപ്പോസ്തോലിക കാലഘട്ടങ്ങൾ പോലെ തന്നെ ആവണം. പെന്തക്കോസ്തുകാർ അങ്ങനെ വിശ്വസിച്ച ആളുകളാണ്. മറ്റു സഭക്കാരൊക്കെ നിന്നുപോയെന്നും അത് അവസാനിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം, വചനം പ്രസംഗിക്കുന്നിടത്ത് ആത്മപകർച്ച ഉണ്ടാകും. ആത്മപകർച്ച വെളിപ്പെടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്കായിട്ടുള്ള വെമ്പൽ നമ്മുടെ അകത്തുണ്ടാകണം. നമ്മൾ കേവലം ചില കേട്ടറിവുകളുടെ മേൽ നിൽക്കുന്നവരല്ല, ദൈവം ജീവിക്കുന്നു എന്ന ഉറപ്പുള്ള ദൈവമക്കളെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് ഇമ്പാർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം കേട്ടോ. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയണം. നമ്മൾ പലപ്പോഴും അങ്ങ് ശുഷ്കിക്കുക. ഒന്നാമത്തെ കാര്യം, ഭാര്യ വാട്സാപ്പിലും ഭർത്താവ് മൊബൈലിനകത്ത്, നമ്മളെല്ലാം എങ്കിതരാണ്. എത്ര സമയം ചുമ്മാ ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ സ്ക്രീനിൻ്റെ ആ ടൈമിംഗ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് എത്ര നോക്കുന്നുണ്ട്, എന്ത് സമയമാണ് നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഒരു ടി വി സെറ്റ് ഉണ്ട്, അത് മുന്നിരിക്കും, അതിൻ്റെ പുറകെ. ഇപ്പം അതെല്ലാം പോയി. ഒരു വീട്ടിൽ പറയും, പാസ്റ്റർ ഞങ്ങൾക്ക് ടി വി ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് അത് കർത്താവിനോട് അത്ര അങ്ങ് അടുത്തെന്നാണ്. പിന്നെ നോക്കി പറയുന്നത് അമ്മയുടെ കയ്യിൽ ഫോണ്, അപ്പൻ്റെ കയ്യിൽ ടാബ്, കൊച്ചു കുഞ്ഞ് 3.5 വയസ്സുള്ളവൻ്റെ കയ്യിലും എന്താണ് ഇരിക്കുന്നത്, ടാബും ഒക്കെ. അല്ലേ, സ്വോത്രം സ്വോത്രം സ്വോത്രം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ ഓരോ ടി വി മേടിച്ചോണം, എന്നിട്ട് ഓരോ കേബിൾ കണക്ഷനും എടുത്തോണം, എന്നിട്ട് ചുറ്റും അവിടെ ഇരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെയും ഒരുമിച്ചിരുന്ന് കേക്ക് കാണ്. സ്വോത്രം വരുന്നില്ല. അയ്യോ, നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധന്മാരാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ഓർത്തോണം. ദൈവത്തിന് സ്വോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായിട്ടാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഹൃദയത്തിൽ കയറണം. വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലുതായിട്ട് വേണ്ടത് ദൈവം സത്യമാണെന്നുള്ള ഉൾബോധ്യം വേണം. അത് ചുമ്മാതെ കേട്ടറിവ് കിട്ടത്തില്ല. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവാ. ഇന്ന് പകൽ ഇവിടെ ഞാൻ മൈക്ക് പിടിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഞാൻ പറയാം, ഈ ഒരു സുവിശേഷകനായിട്ട് ഞാൻ നിന്നത് എൻ്റെ അപ്പനെ കണ്ടല്ല, എൻ്റെ അമ്മയെ കണ്ടോ, നാട്ടുകാരെ വീട്ടുകാരെ കണ്ടല്ല, എൻ്റെ ഏതെങ്കിലും ഒരു പാസ്റ്റർമാരുടെ പ്രത്യേക കരവിരുത് കൊണ്ട് വന്നതല്ല. സ്വോത്രം. മാത്യു പാസ്റ്ററൊക്കെ ഞങ്ങളുടെ സഭയിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെ എത്രയോ വർഷങ്ങൾക്കും. മാത്യു പാസ്റ്ററൊക്കെ വിശ്വാസി വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ പെന്തക്കോസിലായ ആളാണ്. എൻ്റെ അമ്മ പെന്തക്കോസ് കൊണ്ട് 48-49 കൊല്ലമായി. പാസ്റ്റർ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ അമ്മയൊക്കെ വിശ്വാസി വന്നതാണ്. ഇതൊന്നും കണ്ടും കേട്ടൊന്നും ഒരു അത്ഭുതം കണ്ടിട്ടൊന്നും വന്നതല്ല. കർത്താവ് വിളിച്ചു വേർതിരിച്ചു, കർത്താവിൻ്റെ കൃപ അനുഭവിച്ചു. കുഞ്ഞു പ്രായത്തിലെ യോഗങ്ങളിൽ കൊണ്ടുവന്നിരുത്തുമായിരുന്നു. ഹല്ലേലൂയ. ഒരാമയും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് വന്നു. ഇന്ന് പകൽ ഞാൻ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുക. ഞാൻ കോളേജിൽ പഠിക്കുമ്പം എൻ്റെ സാക്ഷിയാണ് ഞാൻ സുലച്ചാന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററായിട്ട് ഭക്തനായിട്ട് വന്നൊന്നുമല്ല, കുഞ്ഞു പ്രായത്തിൽ ഈ പരിശുദ്ധാത്മാവ് വന്നതാ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. എൻ്റെ മക്കളെ, സത്യമായിട്ട് പറയാം, സ്നാനപ്പെട്ടതല്ല എൻ്റെ ജീവിതത്തിന് മാറ്റം. സ്നാനം പിന്നീട് സ്നാനപ്പെട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അമ്മ പറയുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ, പാസ്റ്റർ പറയുന്ന ദൈവം ജീവനുള്ള ദൈവമാ, ഞങ്ങളുടെ സഭക്കാർ പറയുന്ന കർത്താവിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വലിയ എവിഡൻസിലെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് വസിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ രക്ഷ, ഈ വലിയ രക്ഷ അവൻ ദൈവം തന്നെ സാക്ഷി നിന്ന, ദൈവാത്മാവിനെ ദൈവം പകർന്ന് നിന്നുകൊണ്ട് സാക്ഷി നിന്ന ഈ വലിയ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? അഗണ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക, അവഗണിച്ച് കളയുക, അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് ഇത് കപ്പൽ ചാലുകൾ, ഇതുണ്ടല്ലോ, കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ നാവിഗേഷൻ ഉണ്ടല്ലോ, ചെറിയ വ്യത്യാസം പോലും ഹാർബർ മാറിപ്പോവും, ചെല്ലേണ്ടിടത്ത് എന്ത് ചെയ്യത്തില്ല. അങ്ങനെയാണ് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വീട്ടിലെത്തുവോളം ശരിയായ ദിശയിൽ സഞ്ചരിക്കണമെങ്കിൽ ദൈവവചനമാണ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കയ്യിലുള്ള കോമ്പസ്. എത്ര പേർക്ക് സ്തോത്രം മനക്കും? പരിശുദ്ധാത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്ന നാവിഗേറ്റർ. ഈ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ഇന്ന് പകൽ ഇവിടെ ആരാധനയ്ക്കകത്ത് വന്നു നിൽക്കുമ്പോൾ ദൈവദാസൻ സംസാരിച്ചപ്പോഴൊക്കെ എത്ര പേരുടെ ഉള്ളത്തിൽ ആത്മാവ് മന്ത്രിക്കുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരുത്തണം. എൻ്റെ പരിഗണനകളും മമതകൾക്കും മാറ്റം വരുത്തണം. ഇന്ന് പകൽക്കാല ദൈവങ്ങൾ കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് സദാകാലവും നമ്മളോട് വാദിക്കത്തില്ല കേട്ടോ, വാദിക്കത്തില്ല. ആത്മാവ് സംസാരിക്കും.
സംസാരിക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് തുടർന്ന് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പരിശുദ്ധാത്മാവ് ആവിഷ്കരിച്ചുകൊണ്ട് ആ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ മേശയൊക്കെയുള്ളതുകൊണ്ട് അതിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നതിന് 10ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. രാമീൻ പറഞ്ഞേ, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, സകലത്തിൻ്റെയും ലാക്കും സകലത്തിൻ്റെയും കാരണഭൂതനുമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഡിവൈൻ ഹീറോ. കർത്താവ് ആരാണ്? കർത്താവിനെ കുറിച്ച് പറയുന്നത് ഓതർ ഓഫ് ലൈഫ്, ജീവന്റെ നായകൻ, ജീവന്റെ നാഥൻ, ദ റിയൽ ലീഡർ കർത്താവാ. നിങ്ങൾക്ക് എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റും? ഹി ഈസ് മൈ ലീഡർ, ഹി ഈസ് മൈ ലീഡർ. ആ ഈ ലീഡറിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? എന്തിനാ കർത്താവ് ഈ ഭൂമി വന്നത്? എഴുതിയിട്ടുണ്ട്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ, ബ്രിങ് അസ് ഇൻ ടു ഗ്ലോറി, മഹത്വത്തിലേക്ക് നടത്താൻ. ഈ മഹത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ തന്നെയാണ് പ്രകാശവലയം നമ്മുടെ തലയ്ക്ക് ചുറ്റും നിൽക്കുന്നതാണെന്നോ, പത്രോസ് കടലിൻ്റെ മീതെ നടന്ന പോലെ നടക്കുകയാണെന്നോ, അതുപോലെ മുഖം ചുളിയാതെ സൂക്ഷിക്കുകയാണെന്നോ, ആരോഗ്യം നഷ്ടപ്പെടാതെ ജീവിക്കുകയാണെന്നോ, പൈസ ബാങ്കിലില്ലാതെ ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ പൈസ കിട്ടുന്നതാണെന്നോ എനിക്കറിയത്തില്ല. ഈ മഹത്വത്തിൽ ജീവിക്കാമെന്ന് എനിക്കിപ്പോൾ അത് അറിയാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ആത്മാവിൽ ജീവിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യുക? ജീവിക്കുക, വചനപ്രകാരം ജീവിക്കാന്നൊക്കെ അറിയാം. പക്ഷേ മഹത്വത്തിലൂടെ പറന്നു പോകാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്ന ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, പുത്രത്വത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരാമീൻ പറഞ്ഞ്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മഹത്വം, വരുവാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ക്രൈസ്റ്റ് ഇൻ യു. ഒരാമീൻ പറഞ്ഞേ, ഇന്ന് പകൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഈ മണ്ണിൽ ജീവിച്ചതുപോലെ ഒരു ക്രിസ്ത്യനൈസേഷൻ ലൈഫിൽ മുഴുവൻ ഒരു മാറ്റം, രൂപാന്തരീകരണം സംഭവിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുന്നത്. അപ്പനെ പോലെ ആകുന്നതാണ് മക്കളുടെ മഹത്വം. ഒരാമയും പറഞ്ഞ്, അവിടെ ഈ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഉണ്ടല്ലോ, മഹത്വത്തിലേക്ക് നടത്തുക എന്നുള്ള വാക്കിൻ്റെ വേദപുസ്തക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ മോശയെ തേടി ഇറങ്ങി വരുന്ന യഹോവയായ ദൈവം അവിടെ പറയുന്നുണ്ട്, വാക്കുണ്ട്, ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞേ, കണ്ടു അവരുടെ നിലവിളി ഞാൻ എന്ത് ചെയ്യൂ? ഞാൻ കേട്ടിരിക്കുകയാണ്. ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള പീഡനങ്ങൾ ഞാൻ അറിയുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേലിനെ ഇവിടെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് ഹിത്യരും യമുന്യരും യബൂസ്യരും ഒക്കെ പാർക്കുന്ന കനാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഒരാമീൻ പറഞ്ഞ്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മോശ അല്ല ഇസ്രായേലിനെ വിടുവിച്ചത് യഹോവയായ ദൈവമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ആമേൻ പറയാനായിട്ട് ഒക്കും? മോശയുടെ മികവോ കഴിവോ അല്ല. തമ്പുരാൻ പറയാൻ, ഞാൻ ഇറങ്ങി വന്നിരിക്കുക. എന്തിനാ ഞാൻ ഇറങ്ങി വന്നത്? എൻ്റെ മക്കളായ അബ്രഹാമിയ സന്തതി ഉണ്ടല്ലോ, അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നുണ്ട്, അവരുടെ കഷ്ടത ഞാൻ കാണുന്നുണ്ട്, ഊഴിയ വിചാരകന്മാർ നിമിത്തം അവർ അനുഭവിക്കുന്ന പങ്കപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗമണ്ഡലം വിട്ട് ഞാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വരിക. ഇൻകാർണേറ്റഡ് പ്രസൻസ്, ആ സാന്നിധ്യം താഴേക്ക് ഇറങ്ങി വരിക. എന്തിനാണെന്ന് അറിയാമോ? മിസ്രൈമിന്റെ പിടിയിൽ നിന്നും, ബാലിന്റെ ആ പിടിയിൽ, പൈശാചിക മണ്ഡലത്തിന്റെ പിടിയിൽ നിന്നും, ഫറവോന്റെ ശക്തിയിൽ നിന്നും ഒരു ജനത്തെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു നിൽക്കുക. എന്നിട്ട് ദൈവം മോശയോട് പറയുക, നീ ഇപ്പോൾ വരിക. എങ്ങോട്ട് വരിക? എന്നോട് കൂടെ വരിക, നമുക്കൊരുമിച്ച് മിസ്രൈമിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു വ്യക്തി വിടുവിക്കപ്പെടണമെങ്കിൽ, ഒരു കുടുംബം ഉദ്ധരിക്കപ്പെടണമെങ്കിൽ, ഒരു രാജ്യം വിടുവിക്കപ്പെടണമെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നേ മതിയാകത്തുള്ളൂ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഈ സാന്നിധ്യം നമ്മെ വിളിക്കുക, തന്റെ അരികിലേക്ക് വിളിക്കുക. എന്തിനാ? ആ സാന്നിധ്യത്തോടു കൂടെ നീ പുറപ്പെടുമ്പോൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ മോശയോട് കൂടെ ദൈവം വന്നെന്നല്ല, ദൈവത്തോടു കൂടെ മോശ നടക്കുക.
എത്ര പേർക്ക് ഇന്ന് പകൽ ഒരു ആമയം പറയാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ നമ്മുടെ സഭയിൽ പല ആളുകളും ആബ്സെന്റാ. നമ്മുടെ ഇടതും വലതും ഇരുന്നവർ കൈയടിച്ച് ഒരു പാട്ട് പാടിയവരൊന്നും ഇന്ന് പകൽ ഇതിനകത്തില്ല. എന്നാൽ ഒരു കാര്യം അറിയണം, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഒരു ആമയം പറയാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ആ സാന്നിധ്യം നിന്നെ വിളിക്കുക. അവൻ നിന്റെ കൂടെ നീ കൂടിയ സാന്നിധ്യമല്ല, മറിച്ച് ആ സാന്നിധ്യമാണ് നമ്മെ വിളിച്ചടിപ്പിക്കുന്നത്. ആ കൈയൊന്ന് അടിച്ചു വാ തുറന്ന ഉച്ചത്തിൽ സ്തോത്രം ചെയ്യുക. ഉച്ചത്തിലെ കരകളൊന്ന് തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. അന്ധകടൻ ജഗത്തുരാ ദിബന്ധരാധരാലവാലവ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ വീട്ടിൽ പോയി സമയം കിട്ടിയോ ഒന്ന് മറിച്ചു നോക്കണം. 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജനത്തെ ഗണം ഗണമായി നടത്തും എന്ന് വെച്ചാൽ ഒരു മിലിറ്ററി മാർച്ച് ചെയ്യുന്നത് പോലെ ഇസ്രായേലിനെ ഞാൻ നടത്തും. ആമീൻ പറഞ്ഞേ. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയാം, സാന്നിധ്യം വിളിക്കുന്നിടത്ത് കൂടെ നീ ചെന്നാൽ ദൈവം നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റും. 40 കൊല്ലം പാലസിൽ 40 കൊല്ലം മരുഭൂമിയിൽ ആട്ടിനെ പേഴിച്ച് നടന്ന് ലേണിങ്ങും അൺലേണിങ്ങും ഒരുമിച്ച് നടന്ന് വിക്ക് പിടിച്ച് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യാനാ കർത്താവേ എന്ന് പറഞ്ഞ് നിന്നൊരു മനുഷ്യനുണ്ടല്ലോ, 80-കാരനാ. ആമേൻ. ആ 80-കാരനെ കൈ പിടിച്ചുകൊണ്ട് കർത്താവ് കൊണ്ടുപോവുക. എന്തിനാണെന്നറിയാമോ? ഒരു ടീം മിനിസ്ട്രിയിലൂടെ ഒരു വലിയ വിടുതലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ ഈ പറയുന്നത്, സാന്നിധ്യം നിന്നെ വിളിക്കുമ്പോൾ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ബലഹീന മനുഷ്യരെ ദൈവം വലിയ മഹത്വത്തിന്റെ ഉപകരണങ്ങളാക്കും. ഇതൊരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഇവന്റ് ആകട്ടോ. ചെങ്കടലിന്റെ മുമ്പിൽ ബലഹീനപ്പെട്ട മോശയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം നിലവിളിക്കാനാ. എന്നാൽ മോശയോട് ദൈവം പറയാ, നീ നിലവിളിക്കേണ്ട, കൈയിരിക്കുന്ന വടിയുണ്ടല്ലോ അങ്ങോട്ടൊന്ന് നീട്ടിയാൽ മതി. വടി നീട്ടിയപ്പോൾ എന്താ വരിക? ആമേൻ. ഈ ചെങ്കൽ 2ആയി പിളർന്നു മാറിയെങ്കിൽ അതിന്റെ കാരണം ദുർബലനായി മോശയുടെ കൈമേൽ തേജസ്സിന്റെ കൈ ഇറങ്ങി വരികയായിരുന്നു. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. മരുഭൂമി മിസ്രൈമിൽ നിന്നൊരു ജനത്തെ രക്ഷപ്പെടുത്തി മരുഭൂമിയുടെ 40 കൊല്ലം നടത്തി കനാനിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത് ദൈവസാന്നിധ്യമാണെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ യേശു ഈ മണ്ണിൽ അവതരിച്ചതിന്റെ മിഷൻ ഇതാകട്ടോ. എന്തിനാണെന്ന് അറിയാമോ? തേജസ്സിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടതിന്. ഇന്ന് പകൽ ഒരു ദൂത് എനിക്ക് ആത്മാവിൽ വിളിച്ചു പറയാനുണ്ട്. നീ നിത്യതയിൽ ചെന്ന് ചേരുന്നത് വരെ, ആ വീട്ടിൽ നീ എത്തുന്നത് വരെ, ക്രിസ്തുവിന്റെ മഹത്വം നീ പ്രാപിക്കുന്നത് വരെ, ആ രാജ്യത്തിൽ നീ ചെന്ന് ചേരുന്നത് വരെ, വരാനിരിക്കുന്ന ഭാവി ലോകത്തിൽ ദൈവശില്പിയാ നിർമ്മിച്ച അടിസ്ഥാനം ഉള്ളതുമായി നഗരത്തിൽ നിന്റെ കാലെത്തുന്നത് വരെ നിന്റെ കൂടെ ആ നായകനുണ്ട്. എന്റെ കൂടെ ആ നായകനുണ്ട്. IPC ശ്രീകാര്യത്തോട് കൂടെ ആ നായകനുണ്ട്. ഈ നായകൻ മരിക്കുന്ന നായകനല്ല, വഴിവിട്ടു പോകുന്ന നായകനല്ല, കൈ പിടിച്ച് നടത്തുന്ന ദൈവമാ. ആ കൈയൊന്ന് അടിച്ച് ദൈവത്തിനൊന്ന് സ്വത്രം പറ. ഓ, മോശ മരിച്ചു, യോശുവ മരിച്ചു, എന്നാൽ ഇസ്രായേലിന്റെ ദൈവം മരിച്ചില്ല. അതുപോലെ എന്റെ കർത്താവ് കൂടെയുണ്ട്. എന്ന് പകല കൈയൊന്ന് അടിച്ചു ഉച്ചത്തിലൊന്ന് തുറന്നൊന്ന് സ്വത്രം ചെയ്യാം. അവിടെ വായിക്കുന്നുണ്ട്, കഷ്ടങ്ങളിലൂടെ കർത്താവിനെ നടത്തി എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നുണ്ട്. വിശുദ്ധീകരിക്കുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും അവർക്ക് ഒരുവനാണ് ആര്? അവിടെ ഒരു കാര്യം, ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകണം. യേശുക്രിസ്തു കഷ്ടങ്ങളിലൂടെ, അവിടെ അതിൻ്റെ അർത്ഥം വേദപുസ്തകം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ന്യൂ ടെസ്റ്റ്മെന്റ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഇത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം വായിക്കാൻ. ഇത് പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. 7 ദിവസം ഇതുങ്ങളെ എന്ത് ചെയ്യണം? ഹമാവിനോടടുത്ത് മുന്നിൽ കൊണ്ട് താമസിപ്പിക്കുക. 7 ദിവസമുണ്ട് ഇവരുടെ. ആദ്യത്തെ ദിവസം കുളിപ്പിക്കും, പിന്നെ ഉടുപ്പിടിപ്പിക്കും, പിന്നെ ബെൽറ്റ് കെട്ടിക്കും, പിന്നെ പൗരോഹിത്യത്തിന് കിരീടം വെക്കും, തലയിൽ എണ്ണ ഒഴിക്കും, യാഗം കഴിക്കും. 7 ദിവസമുണ്ട്. ഓർഡിനേഷനാ. ഒരാമ്യം പറഞ്ഞേ, എന്നെ എക്വിപ്പ് ഹിം ഫോർ ദ സർവീസ്. ഒരാമ്യം പറഞ്ഞേ. അല്ലെങ്കിൽ അവിടെ ഒന്നും കുറവുകൾ മാറ്റി, സാങ്ക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറവ് മാറ്റുക എന്നല്ല, സെറ്റ് അപ്പാർട്ട് ഫോർ എ പേർപ്പസ്. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ഇങ്ങനെ കടത്തി വിട്ടെന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സെറ്റ് ഹിം അപ്പാർട്ട് ഫോർ എ പേർപ്പസ്. അങ്ങനെയാണ് തമ്പുരാൻ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തൻ്റെ ചുടി ചോര കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുക.
ഒരാമയും പറഞ്ഞേ, എൻ്റെ മേൽ ഒഴുക്കിപ്പെട്ടത് ഒലിവെണ്ണയല്ല, നമ്മുടെ മേൽ തളിച്ചിരിക്കുന്നത് പശുവിൻ്റെയോ കാളയുടെയോ രക്തമല്ല, നമ്മുടെ മേൽ തളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ് എന്ന് പകൽ നന്ദിയോടെ ഒന്ന് സ്വത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഒന്നാമത്തെ ആമേൽ നമുക്ക് ലഭിച്ച ലാഭങ്ങളിൽ ഒന്ന് തേജസ്സിലേക്ക് നമ്മെ നടത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വായിക്കുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്തിൽ എന്ത് ചെയ്തു? ഒത്തിരി ക്രിസ്റ്റോളജിക്കലാണിത്. നമുക്ക് ഉൾക്കൊണ്ട് ഗ്രഹിച്ച് സ്തോത്രം ചെയ്ത ജീവിതം ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അത് മനസ്സിലാക്കി എടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ പ്രകാശനം നൽകട്ടെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്ന ഈ മരണത്തിന്റെ അധികാരി ആരാണ്? അവനെങ്ങനെയാണ് മരണത്തിന്റെ അധികാരിയായത്? ശരിക്കും ആദ്യം മരിച്ചത് പിശാചാണെന്നാണ് എബ്രായ തിയോളജി. മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. ദൂതൻ എന്ത് ചെയ്തു? മത്സരിച്ചു, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. സ്പിരിച്വൽ ഡെത്ത് ആദ്യം നടന്നത് പിശാചിനാ. എന്നിട്ട് ഇവൻ ഏതെന്ന് തോട്ടത്തിൽ വന്നേച്ച് എന്ത് ചെയ്യാന്നറിയാമോ? ഇവൻ മരിച്ചു നിൽക്കുകയാണ്. ആ മരണത്തിലേക്ക് മറ്റുള്ളവരെയും കൂടെ എന്ത് ചെയ്യുക? വിളിക്കുക. അങ്ങനെയാണ് ആദ്യം മരിച്ച ലൂസിഫർ ആദാമിനെ ഹൗവായും കൂടെ ആ വണ്ടിയെ കയറ്റി സെയിം ബോഗിക്കകത്ത് കയറി. അങ്ങനെ അവരും എന്ത് ചെയ്തു? മരിച്ചു. മരിക്കാന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഡെത്താണ് സംഭവിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാമല്ലോ, ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ദൈവത്തിൻ്റെ വഴി ലംഘിച്ച് നിയമം ലംഘിച്ച് കടന്നുപോയി. സുലജാൻ പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം ഒരു ന്യൂട്രാലിറ്റിയാണ്, എത്തിക്കൽ ന്യൂട്രാലിറ്റി. ഒന്നിലും എന്തില്ല പറഞ്ഞേ, ഒന്നിലും ഒരു നിലപാടുകളില്ല, സഭയ്ക്കകത്തും ഇല്ല. എങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? എൻ്റെ സന്തോഷമാണ് എൻ്റെ മതം, മൈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സന്തോഷമാണ്, മൈ ഹാപ്പിനെസ്. അതുകൊണ്ട് MDMA 3 തുള്ളി കഴിച്ചിട്ട് വൈബ്രന്റ് ആകുന്ന നോക്ക് സന്തോഷമാണ്. അതൊക്കെ എൻ്റെ മതമാണെന്ന്. എന്നിട്ട് ഏറ്റവും വലിയ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആത്മീയതയാണ്. കാര്യം ആത്മീയത എൻ്റെ മനസ്സിന്റെ സമാധാനത്തെ കെടുത്തി കളയുന്നു, എൻ്റെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നു, എൻ്റെ ആ ഒരു വൈബ് ഇല്ലാതാക്കി തരിക. സ്പിരിച്വാലിറ്റി. സോ സ്റ്റേ അവേ ഫ്രം ബൈബിൾ, സ്റ്റേ അവേ ഫ്രം ഫെലോഷിപ്പ്. ഇതെല്ലാം മാനിപ്പുലേഷൻസ് ആണ്. മനുഷ്യരെ കപടത കൊണ്ട് ഭയപ്പെടുത്തുക. അതുകൊണ്ട് മതം മനുഷ്യരെ കപടത കൊണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. സ്റ്റേ അവേ ഫ്രം ഓൾ സ്പിരിച്വാലിറ്റി, എൻജോയ് ലൈഫ്. ഹലോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ വളരെ വിനയത്തോടെ വളരെ ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഇതിന്ന് തുടങ്ങിയതല്ല. ഏദൻ തോട്ടത്തിൽ മുതൽ മനുഷ്യൻ ആ വൈറസിന് അടിമപ്പെട്ട് കഴിഞ്ഞു. അവനെ അപകടത്തിലാക്കുക. ഓരോരുത്തരായിട്ട് പാപത്തിൽ അകപ്പെട്ട് മരണപ്പെടുകയാണ്. എൻ്റെ കർത്താവ് ഈ മണ്ണിലേക്ക് വന്നു. ഏദൻ തോട്ടം ബേത്ലഹേമിൽ കർത്താവ് ഭൂജാതനായി. ഈ അവിടെ നമുക്കറിയാം, മക്കൾ ജഡരക്തങ്ങളോടുകൂടെ വന്നതുപോലെ അവനും എന്ത് ചെയ്തു? ജഡരക്തങ്ങളോട്. എന്ന് യേശുവിന് മാംസം ഉണ്ടായിരുന്നു, യേശുവിന് രക്തം ഉണ്ടായിരുന്നു. ചിലരിങ്ങനെ യേശുവിൻ്റെ ആത്മീയതയെ കൂടുതൽ ഉയർത്തി പറയാൻ വേണ്ടി മുലപ്പാൽ കുടിച്ചിട്ടില്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ഭക്തന്മാരുണ്ട്. മണ്ടത്തരമാകട്ടോ. എൻ്റെ കർത്താവ് മുലപ്പാല കുടിച്ചിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സുലച്ച. പാപം അങ്ങനെയൊന്നും അല്ല. കർത്താവിന് ഇത്ര വളർന്ന് പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മളെപ്പോലെ ശരീരം ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ ചോര ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ മുടി, നമ്മളെപ്പോലെ കണ്ണ്, നമ്മളെപ്പോലെ നഖവും, നമ്മളെപ്പോലെ തൂക്കവും. ഒരാമയും പറഞ്ഞ് നമ്മളെപ്പോലെ വിശപ്പും ഉണ്ടായിരുന്നു. ഒരാമയും പറഞ്ഞ് ആ വിശപ്പുണ്ടല്ലോ, അപ്പം കാണിച്ചേച്ച് പറയുന്നുണ്ട്, ഇത് കല്ല്. അവിടെ കർത്താവ് പറഞ്ഞു, കല്ലല്ല അപ്പാകുന്നേ, അപ്പൻ്റെ വചനം കൊണ്ടാ ജീവിക്കുന്നത്. ഈ തലമുറ വിശപ്പ് അനേകരെ കൊടുക്കുന്നത്. എന്തിനൊക്കെ വേണ്ടിയുള്ള വിശപ്പാണ്? നിങ്ങൾ ഉത്തരം കണ്ടെത്തിക്കോ. 2 മുകളിലോട്ട് കയറ്റി ചാടിക്കോളാൻ പറഞ്ഞു. അടുത്ത വലിയ കെണിയ ഉയർച്ച. സ്തോത്രം. പിന്നെ പറഞ്ഞു, ലോകത്തിന്റെ സകല യശസ്സും കാണിച്ചു പറഞ്ഞു. സത്യത്തിൽ ഈ 3 ടെംപ്റ്റേഷൻസിന്റെ മുമ്പിൽ ഈ വൈറസ് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ വളഞ്ഞേനെ. സത്യാച്ചാ. പക്ഷെ വചനം ജഡമായി തീർന്നതാ. കർത്താവിൽ വൈറസ് കയറത്തില്ല. കാര്യം വചനമാ മുന്നിൽ നിൽക്കുന്നത്. ഒരു സ്തോത്രം വരുന്നില്ല. ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എൻ്റെ വിശപ്പുകൾക്ക് ആഹാരം ആവശ്യമാണ്. അതെൻ്റെ നിത്യത പണയപ്പെടുത്തിയാവരുത്. ഉയർച്ചകൾ എത്രയും നിങ്ങൾക്ക് കിട്ടുമോ, ലാഡർ നടന്ന് കയറിക്കോ. പക്ഷെ അത് നെവർ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇറ്റേണിറ്റി. ഒരാമ്യം പറഞ്ഞ് എന്തൊക്കെ ബ്ലെസ്സിങ്സും വാരിക്കൂട്ടിക്കോ, പക്ഷെ അതൊരിക്കലും ആത്മാവിനെ അപകടത്തിൽപ്പെടുത്തിയാകരുത്. നമ്മളും പോകും. നമ്മുടെ പേരിലുള്ള കാറ് നമ്മുടെ മക്കളുടെ പേരിലാകും, അല്ല മരുമക്കളുടെ പേരിലാകും. ഒരു സ്തോത്രം വരുന്നില്ല. ഹലോ, ഒരിക്കലേ മരിക്കും നിർണയം
ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. അല്ലെ, ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ? അല്ലെ, ഒന്നും ഞാനിഹേ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും ഞാനിഹേ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചത് പിമ്പിൽ തള്ളിയിടും, നമ്പിക്കൂടല്ലോ ലോകേ. സമ്പാദിച്ചത് പിമ്പിൽ തള്ളിയിടും, നമ്പിക്കൂടല്ലോ ലോകേ. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും. ഒത്തിരി സങ്കടം വന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കുവൈറ്റിലുണ്ടായ ആ ഒരു തീപിടുത്തം. ഞാൻ വളരെ വിനയത്തോടെ പറയാം, കർത്താവിനെ കൈവിട്ട് കളയരുത് കേട്ടോ. എപ്പം വേണമെങ്കിലും മടങ്ങിപ്പോക്കിൻ്റെ വിളി വരാം. എന്നാൽ മടങ്ങിപ്പോകേണ്ടി വരുമ്പോൾ സന്തോഷത്തോടെ അക്കരെ നാട്ടിൽ ചെല്ലണമെങ്കിൽ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഇന്ന് പകല വിശ്വാസത്തിൻ്റെ ബഹുനിശ്ചയത്തോടെ വിശുദ്ധിയുടെ പുടവ ധരിച്ച് ഒരുക്കത്തോടുകൂടെ ജീവിക്കണം. മനസ്സിലായ ദൈവമക്കളൊന്ന് കൈ ഉയർത്തി ഒന്ന് സ്വോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. അങ്ങനെയാണ് കൺമോഹൻ ജനമോഹൻ ജീവനത്തിന്റെ പ്രതാപം ഏതുമാകട്ടെ, ഏതു വൈറസ് ഇത് മനുഷ്യനെ ആത്യന്തികമായി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ പൊന്നു തമ്പുരാൻ ഈ പ്രലോഭനങ്ങളൊക്കെ താകത പറഞ്ഞ് അവരെ അങ്ങോട്ട് കർത്താവ് വളരെ ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്തു. സ്തോത്രം. ഈ കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യതയെക്കുറിച്ച് കണ്ടെത്തലുകളും പഠിപ്പിക്കലുകളും ഒക്കെ പലതരത്തിലുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന വാക്കുകൾ സൂക്ഷ്മതയോടെ പറഞ്ഞില്ലെങ്കിൽ അത് അപകടത്തിലുമാവും. ഈ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പം കംപ്ലീറ്റ് ദൈവ മനുഷ്യനാണല്ലോ. അതായത് CH ഡോഡ് വളരെ പ്രശസ്തനായ ഒരു ജർമ്മൻ തിയോളജി, അദ്ദേഹം പറഞ്ഞ വാചകം എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്തെക്കുറിച്ച് പറഞ്ഞ്, ഫോർ എ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്തേക്ക്, ഒരു നിശ്ചയിക്കപ്പെട്ട നിമിഷങ്ങളിലേക്ക് ക്രിസ്തു എന്തെന്നറിയാവോ, ബൈ ഹിസ് ഓൺ ചോയ്സ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞ അങ്ങനെയാണ്, ഫോർ എ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ടൈം. ആ ഒരു നിത്യനായ ദൈവത്തിന്റെ പുത്രനായ നിത്യപുത്രൻ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ടൈം 33.5 വർഷത്തേക്ക് തൻ്റെ മഹത്വത്തെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ബൈ ഹിസ് ഓൺ ചോയ്സ്. അതാണ് CH ഡോഡ് അത് ഉപയോഗിച്ചത്. പിതാവിന്റെ നിർബന്ധത്തിൽ പുത്രൻ അനുസരിച്ചതല്ല, ഒരു ലോവർ ബീയിങ് ആയിട്ടല്ല, ബൈ ഹിസ് ഓൺ ചോയ്സ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിത്യനായ ദൈവത്തിന്റെ പുത്രൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സമയത്തിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി, ആമേൻ, ഒരു ശരീരത്തിന്റെ പരിമിതിക്കകത്തേക്ക് സ്വയം ആമേൻ ചെറുതായിക്കൊണ്ട് കാൽവറി കുരിശിൽ പരമബലിയായിട്ട് തീരുമ്പോൾ ലോകം വിധി എഴുതി, ലോകം പുച്ഛിച്ചു. എന്നാൽ ഇന്ന് പകൽ നമുക്കറിയാം, കർത്താവ് സ്വയം ചെറുതായതാ, സ്വയം ഒഴിഞ്ഞതാ. അതുകൊണ്ട് തന്നെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം തന്നു. ആമേൻ. മരണത്തിന് അധികാരിയായ പിശാചിനെ തന്നെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു നമ്മെ വിടുവിച്ച സ്നേഹത്തിന് ആ കയ്യൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ ഞാൻ പറയാം, പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു കർത്താവ് ക്രൂശിൽ. യേശുക്രിസ്തു എന്തിനായി മണ്ണിൽ വന്നത്? എന്നെ തേജസ്സിലേക്ക് നടത്താനാ. എന്തിനാ യേശു മണ്ണൻ വന്നെന്ന് ചോദിച്ചാൽ, ആമേ, പിശാചിന്റെ പിടിയിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കാനാ. ഇന്ന് പകൽക്കാലം ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ അപഹരിച്ചത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഒരു നിമിഷം നീ ഗൗരവത്തോടെ എടുക്കണം കേട്ടോ. ഈ പറയുന്ന വചനത്തെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് സ്വോത്രം ചെയ്താൽ ഒരു വലിയ വിടുതൽ ദൈവം നമ്മുടെ അകത്ത് തരാൻ പോകുക. പേടിച്ചു ജീവിക്കാനല്ല. ഭയം എന്നുള്ളത് പിശാചിന്റെ കയ്യിലുള്ള എല്ലാ കാലത്തെയും ഏറ്റവും മൂർച്ചയേറിയ ആയുധമാ. എന്നാൽ ഭയത്തിന്റെ മൊനയൊടിക്കുന്നത് ഉയർപ്പിന്റെ ശക്തി അകത്തു കയറുമ്പോഴാ. ഇന്ന് പകൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്തു. അൽഫയും ഒമേഗയുമായ, ആരംഭവും അവസാനവുമായ സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത്. ഈ തന്റെ 33 തിരുവയസ്സിലെ ജീവിതത്തിൽ പിശാച് അപഹരിച്ചതിനെ തിരിച്ചു പിടിച്ചെങ്കിൽ, ആമേൻ, 33 വയസ്സിന്റെ മരണത്തിലും ആമേൻ ഇന്നും അവൻ നമ്മോട് കൂടെ നിന്ന് ആമേൻ സാത്താൻ അപഹരിച്ചതിനെ മടക്കി തരിക. ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. ആമേൻ, ബാലു വിഴുങ്ങിയതിനെ ആമേൻ കർത്താവ് ഛർദ്ദിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ നീ സ്തോത്രം പറ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ സേനകളോട്, തകർക്കുന്ന ദുഷ്ടന്റെ പോരിനെ കീഴ്പ്പെടുത്താൻ ഒരാത്മശക്തിയുടെ തലം തുറന്നു തരിക കേട്ടോ. ഒരധികാരത്തിന്റെ ഒരു ബലം നിന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. നീ രോഗത്തെ നീ ഭയടിക്കരുത്,
മരണത്തെ നീ പേടിക്കരുത്, ഒരു ചലഞ്ചിനെ നീ പേടിക്കരുത്. നമ്മുടെ കൂടെ ഉള്ളവൻ ജയാളിയായ കർത്താവ്. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഒരു ഭീരുവിന്റെ കൂടെ അല്ല നമ്മള്, ജയാളിയായ യേശുവിന്റെ കൂടെയാ. ഇന്ന് പകൽ ഒന്ന് സ്തോത്രം ചെയ്യുക. അത്യുന്നതനാണവൻ, സർവശക്തനാണവൻ. പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതം, എന്റെ കോട്ടയാണ്, അവൻ എന്നെ പരിപാലിക്കുന്ന ദൈവമാ. എല്ലാ ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. രോഗം വരാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ വരാഞ്ഞിട്ടല്ല. എന്റെ ദൈവമാ നമ്മെ സൂക്ഷിച്ചത്. യാത്രകൾ അവനാ നിന്നെ പരിപാലിക്കുന്നത്. നിന്റെ പ്രാണനെ സൂക്ഷിക്കുന്ന അവനാ. അവന്റെ കയ്യിൽ നീ സുരക്ഷിതയാ, അവന്റെ കയ്യിൽ നീ സുരക്ഷിതനാ. ഇന്ന് പകൽ ആ വെളിപ്പാട് കിട്ടിയവരൊന്ന് കൈയടിച്ചൊന്ന് സ്തോത്രം ചെയ്യാ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. അല്പനേരം ഒന്ന് കൈയടിച്ച് സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ആത്മശക്തി ഒന്ന് വെളിപ്പെടട്ടെ. നിന്റെ ജീവിതത്തിൽ ആ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അതൊന്ന് വ്യാപരിക്കട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് അതൊന്ന് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവൻ മനുഷ്യരായി, വിടുവിക്കേണ്ടതിന് അവൻ മനുഷ്യവേഷം ധരിച്ചു. ഇന്ന് പകൽ അറിയണം കേട്ടോ, നമ്മോട് സഹതാപം കാണിക്കുന്നവനാ. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് സ്തോത്രം ചെയ്യുക, ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. Admit your helplessness. He is with us this morning. He is able to help you. He is able to solve your problems. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തുവിൽ ഉണ്ട് പ്രിയരെ. ഇന്ന് പകൽ വിരുദ്ധമായി നിൽക്കുന്ന പോരിനെ നീ ഭയപ്പെടരുത്. ഇതിനകത്തൊരു ദൈവശക്തി കർത്താവ് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസം പകരുന്നൊരു ആത്മശക്തിയുണ്ട്. വിളിക്കുക കർത്താവ് കൂടെ നിൽക്കാനാ നിന്നെ വിളിച്ചത്. ആമേൻ. ഹല്ലേലൂയ. പൊക്കോ കൂടെ വന്നോളാമെന്നല്ല, നിന്നെ ഞാൻ എൻ്റെ കൂട്ടം നിർത്തുക, ഒരു ടീമായിട്ട് കർത്താവിനോട് കൂടെ നിൽക്കാൻ. ഇന്ന് പകൽ ദൈവാത്മാ നമ്മെ അതിനുവേണ്ടി വിളിച്ചത്. ഫറവോനെ ഭയപ്പെടേണ്ട, അവിടെ വ്യാപരിക്കുന്ന നൈലിന്റെ ദേവതകളെ നീ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെ ഉണ്ട്. ഇന്ന് പകൽ ആ ഒരു വിളി ദൈവം നിനക്ക് തരിക. കഥാ സുനിച്ചാലോട് കേട്ട ദൂത വിളിയ, ദൈവം നമ്മെ വിളിക്കുക. പ്രാർത്ഥിക്കാൻ വിളിക്കുക, കാവൽക്കാരായിട്ട് വിളിക്കുക, നിലവിളിക്കാൻ വിളിക്കുക, സാക്ഷിയാകാൻ വിളിക്കുക, ഒരു സുവിശേഷകനായിട്ട് വിളിക്കുക, ദേശത്ത് നിൽക്കാൻ സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമ്മെ വിളിക്കുക. ആ വിളിയുടെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ മുമ്പിൽ ഒരു ഹീറോ ഉണ്ട്. നമ്മൾ ചുവട് വെക്കുന്നത് ആ ഹീറോയോട് കൂടെയാ. മരണത്തെ ജയിച്ച് ജയാളിയായ ഹീറോ, the real hero. Amen. Jesus Christ, He is the author and the finisher of our faith. He is the champion. Nobody else in the world. He is the champion. He is the champion. Hallelujah. ലൈഫിന്റെ ചാമ്പ്യൻ അവനാ. ഒന്ന് ആമേൻ പറഞ്ഞോ, ഒന്ന് സ്തോത്രം പറ. നീ എന്തിനാ പേടിക്കുന്നത്? എനിക്കറിയാം ദൈവാത്മാവ് ഇത് ചിലരുടെയൊക്കെ മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു വേർഡ് നിനക്കൊരു കൺഫർമേഷനായിട്ട് ദൈവം തരുന്നത്, ഒരു ഉറപ്പിന്റെ വേർഡായത്. ഇന്ന് പറഞ്ഞ അത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. നീ ഭയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല, നീ ഭയപ്പെട്ട് ജീവിക്കേണ്ടവളല്ല. കർത്താവ് കയ്യെ പിടിച്ചിട്ടുണ്ട്, സർവശക്തൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നോട് ചേർന്ന് രാമേൻ പറയാമോ? ഒരു നിയമരക്തം നിന്റെ മേലുണ്ട്, ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വ്യാപാരമുണ്ട്. ആള് എണ്ണത്തെ അല്ല ദൈവം നോക്കുന്നത്. ഒരുക്കമുള്ള ഒരുവനുണ്ടെങ്കിൽ അതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. ഒരു എനേബിൾമെന്റ് നടക്കുന്നുണ്ട്, ഒരു എനേബിൾമെന്റ്. ദൈവാത്മാവ് അതിലേക്ക് നമ്മെ തെരഞ്ഞു വിളിച്ചെടുക്കുക. ഹല്ലേലൂയ. നിയമരക്തം വീണവനെ തൊടാൻ ശത്രുവിനാവില്ല. ഇന്ന് പകൽ ശത്രു നിന്നെ കൊള്ളയടിക്കുകയല്ല, അവനെ നീ കൊള്ളയടിക്കണം. കടന്നു കയറണം, അവന്റെ പിടിയിലുള്ളതിനെ പുറത്തെടുക്കണം. ഇന്ന് പകൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക. ആ വിചാരത്തിന്റെ മുനയൊടിക്കുന്ന മന്ത്രവാദ ശക്തികളുടെ ബലത്തെ കെടുത്തുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ടെന്ന്. ഇന്ന് പകൽ ആ ഉയർപ്പിന്റെ ശക്തിനകത്ത് വ്യാപരിക്കുക. ധൈര്യത്തോടെ അവൻ അരികിലേക്ക് വരിക.
ഓ രാബ ശതന ഘടക ജഗന്ധരാധരാലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തള്ളിക്കളയത്തല്ലേ കർത്താവ് കേട്ടോ. ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട്സ്. നമ്മുടെ മനസ്സ് തുറന്നോ, ഹൃദയം തുറന്നോ, കർത്താവിന് മുമ്പിൽ ഒന്ന് കുമ്പിട്ടോ. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ കയറുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പത്രോസ് ചെയ്തതിനേക്കാൾ എത്രയോ യൂദാ ചെയ്തതിനേക്കാൾ എത്രയോ ഗ്രേവിയസ് ആയുള്ള സീരിയസ് സിന്നാ പത്രോസ് ചെയ്തത്. പക്ഷെ പത്രോസിന് ഒരു ഗുണം ഉണ്ടായി, അവൻ്റെ ജീവൻ എടുത്തില്ല. യൂദാ ജീവൻ എടുത്ത് കളഞ്ഞു. ജീവൻ എടുത്തില്ലായിരുന്നെങ്കിൽ യൂദാ നേരെ പള്ളിയിൽ പോകുന്ന സമയത്ത് മഹാപുരോഹിതന്റെ അരികിലേക്ക് പോയ സമയത്ത് കർത്താവിന്റെ അരികിലേക്ക് ചെന്ന കൂശിന് ചോട്ടി മുട്ടുകുത്തിച്ച് ഗുരുവേ തെറ്റിപ്പോയേ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യന് ക്ഷമ കിട്ടത്തില്ലായിരുന്നോ? ഹലോ ഹലോ ഹലോ, വാട്ട് യു തിങ്ക്? സെൽഫ് ക്രിറ്റിസിസവും ജഡ്ജ്മെന്റും ഒന്നും അല്ല. സഹായിക്കാൻ എപ്പോഴും കർത്താവ് സന്നദ്ധനാ. മനസ്സുണ്ടോ കയറി വരാൻ കർത്താവ് വിളിക്കുക. കയറി വരാൻ വിളിക്കുക. വിക്കൊരു തടസ്സമല്ല, തടസ്സങ്ങൾ ഒന്നും തടസ്സമല്ല. കർത്താവ് കൂടെ ഉണ്ട്. വിളിക്കുക, വാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ എൻ്റെ കൂടെ വരുന്നേ, നീ എൻ്റെ കൂടെ വരുന്നേ. നീ ഒറ്റയ്ക്ക് മിസ്രൈമിൽ നീ എൻ്റെ കൂടെ വരിക. ഞാനാ നിന്റെ മുമ്പിലുള്ളത്. മോശയെ നിന്റെ മുമ്പിൽ ഞാനുണ്ട്. ഇസ്രായേലേ നിന്റെ മുമ്പിൽ ഞാനുണ്ട്. ഗണം ഗണമായി നിന്നെ നടത്തുന്നത് ഞാനാ. ഇന്ന് പകൽ ഹല്ലേലൂയ. യെസ് ഗൂഷ മാന റഗദേ നഗതുന ദബന്ധനമന ഗഡഗജരാലബ ബിലയാം 4 ദിക്കിൽ നിന്നോണ്ട് ശപിച്ചിട്ട് ശാപ ഏക്കാഞ്ഞിതെന്താ? നടുക്ക് നിൽപ്പുണ്ട് മഹാദൈവം, നടുക്ക് നിൽപ്പുണ്ട് മഹാദൈവം. അതുകൊണ്ട് ബിലയാം പറയും, ആഭിചാരം ഇസ്രായേലിലും ഏക്കത്തില്ല. ഞാൻ എത്ര ചെയ്താലും ഏക്കത്തില്ല. കാരണം നടുക്കൊരുത്ത നിപ്പുണ്ട്, കാവല് കാക്കാൻ. കേട്ടോ പകൽ ഹല്ലേലൂയ. ഇന്ന് പകൽ വചനത്തിന്റെ ഒരു വെളിപ്പാടാ കൈമാറുന്നത്. ഏറ്റെടുത്ത് സ്വോത്രം ചെയ്തോണം. നീ പേടിക്കണ്ട. രാത്രിയെ നീ ഭയപ്പെടരുത്. യാത്രകളെ നീ ഭയപ്പെടരുത്. രോഗത്തെ നീ ഭയപ്പെടരുത്. ശത്രുവിനെ നീ ഭയപ്പെടരുത്. നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തൊടത്തില്ല. കാരണം നിന്റെ കൂട്ട തമ്പുരാന്റെ സാന്നിധ്യം. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ തീയുണ്ട്. അത് ബന്ധനങ്ങൾ അഴിക്കുന്നത്, അത് രോഗത്തിന്റെ ശക്തിയെ സൗഖ്യമാക്കുന്നത്, അകറ്റിക്കളയുന്നത്. Praise the Lord. Hallelujah. He is here to help us. നമ്മെ സഹായിക്കാൻ അവനുണ്ട്. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവോ? കർത്താവിന്റെ മേശയിലേക്ക് കൈകൾ നീട്ടുക. എല്ലാ ആഴ്ചയിലും നടത്തുന്നുള്ളതുകൊണ്ട് ഒരു യാന്ത്രികമായി നടക്കേണ്ട ഒന്നല്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്പിരിച്വൽ ഫ്രീഡം ഉണ്ട്, ഒരു സ്പിരിച്വൽ ഫെലോഷിപ്പ് ഉണ്ട്. ഹല്ലേലൂയ. ആ ക്രൂശിനെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. 5 കായങ്ങൾ വഴിയായി ഒഴുകിയ ആ രക്തത്തെ നമുക്ക് ഓർക്കാം.